വേണു പെട്ടിക്ക് വലിപ്പം കൂടിയത് വേണം. പെട്ടിക്ക് വലിപ്പം കൂടിയത് ഫോണേതാ കിട്ടിയത്? മെഹറിനില് ഫാൻസ് കൂടി വരാണല്ലോ. ഇത് സി എന്ന് എഴുതിയത് C4 മാല C4 ചാർലി ആണോ? ചാർലി പ്രോഗ്രാംസ് ഒക്കെ ഞാൻ എനിക്ക് ഇത്തവണ ചെന്നപ്പോഴാണ് എന്നെ അവർ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത്. ഒഫീഷ്യലായിട്ട് ബാച്ചിലേഴ്സിനെ ബ്രാൻഡ് അംബാസിഡറാണ്. അവരുടെ പുതിയ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇനോഗ്രേഷൻ ഞാൻ തന്നെയാണ്. പെരുന്നാൾ കഴിഞ്ഞ് ചെല്ലണം. അപ്പം ഭയങ്കര സന്തോഷം. അവിടുത്തെ മാനേജർ സുബിനാണേലും ഭയങ്കര എന്താ പറയുക, അംബാസിഡർ മന്ത്ലി പേയ്മെന്റ് കിട്ടത്തില്ലേ? മന്ത്ലി പേയ്മെന്റ് ആണോ? ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, കിട്ടുമായിരിക്കും. ഇനി വീണ്ടും മടക്കി അവർ ഇന്റർവ്യൂവിൽ കൂടെ പറഞ്ഞല്ലോ, അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞല്ലോ. ഇനി അവിടെ 2 പുതിയ റെസ്റ്റോറന്റ് കൂടെ വരുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം രേണു തന്നെയാണ്. രേണുസുതിയാണ് അവരുടെ ഐശ്വര്യം എന്നാണ് പറയുന്നത്. അതെപ്പോഴായിരിക്കും അതിന്റെ ഉദ്ഘാടനം? അത് പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ഇവിടെ വൈറലാക്കി പോയിക്കൊണ്ടിരിക്കുക. ശ്രീനോടൊപ്പം മസാജ് ചെയ്തത് ഇപ്പൊ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ സംഭവം അതൊരു പ്രമോഷൻ ആയിരുന്നു. പായക്സ് മസാജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രമോഷൻ. കാരണം അടിപൊളിയായിട്ട് അവരുടെ പ്രമോഷൻ ചെയ്യാൻ പറ്റി. നമ്മുടെ കേരള മസാജാണ്. അത് അടിപൊളിയായിരുന്നല്ലേ? തായ് പെണ്ണുങ്ങളുമായിട്ട്. ഞാനൊന്നും ചെയ്തില്ല, പ്രമോഷനിൽ ചെന്നാണ് ചെയ്ത്. നമ്മൾ പ്രമോഷൻ കാണിക്കുന്നത് നല്ല ഇതാണ്. നമുക്ക് നമ്മുടെ ശരീരമൊക്കെ നല്ല ഇതായിട്ട്, നമുക്ക് നല്ല കാമാൻ പോയിട്ടാവും. നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആവും, ഫ്രഷാവും. ആണാണ് പെണ്ണാണ് മനുഷ്യരല്ല. മനുഷ്യർക്കെല്ലാം ഒരുപോലെ ഇരിക്കത്തുള്ളൂ. അവിടെ ഒരു പാർലർ പോയിട്ടുണ്ടായിരുന്നു, മിറായ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു. അവർക്ക് ഒരു പ്രമോഷൻ ഞാൻ കൊടുത്തു, നമ്മുടെ മിറായ ബ്യൂട്ടി പാർലർ. അത് ബാച്ചിലേഴ്സിന്റെ അല്ലല്ലോ, ബാച്ചിലേഴ്സ് ബാർ റെസ്റ്റോറൻറ്റ് അല്ലാതെ നമുക്ക് പ്രമോഷൻ. എനിക്ക് ബഹ്റൈനിൽ ബാർ റെസ്റ്റോറൻറ്റ് വേറെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പ്രമോഷൻ. നമ്മൾ അതിൻ്റെ ഇതായതുകൊണ്ട്, മോഡലായതുകൊണ്ട്. ബാച്ചിലേഴ്സിലേക്ക് ഇടയ്ക്ക് പോകേണ്ടി വരുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഇവിടെ വിഷയം ഉണ്ടായിരുന്നു, അത് അറിഞ്ഞായിരുന്നോ? ഞാൻ സത്യം പറഞ്ഞ വിഷയം ഒന്നും അറിഞ്ഞു. ദൈവസത്യമായിട്ടാണ്. അതായത് ഒന്നാമത്തെ കാര്യം അവിടുത്തെ സമയം ഇപ്പം ഒരുപാട് തണുപ്പും കൂടെയാണ്. അതുകൊണ്ട് ഉറങ്ങാൻ സമയമില്ല. ഇപ്പം ഞാൻ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപോലെ ഞാൻ അറിഞ്ഞില്ല, പേടിച്ചു പോയി. ഉറക്കത്തേക്ക് ചാടി എഴുന്നേറ്റ് ഞാൻ അറിഞ്ഞില്ല. ഇത്രയ്ക്ക് ഉറങ്ങിപ്പോയി. ഉറങ്ങി മറ്റേ ഭൂമി തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ അച്ഛനൊരു നോട്ട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല തിരിച്ചു കൊടുക്കുന്നത്. അതെനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പം വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് കേൾക്കാൻ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട് പറഞ്ഞു. വിവാദം നടക്കുന്നത് അറിഞ്ഞില്ല. പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ഒന്നും അറിഞ്ഞില്ല. ഇപ്പൊ വിളിച്ചതല്ല. ഞാൻ ഇറങ്ങിയ ഉടനെ ഒരു ചേച്ചി വിളിച്ചിട്ട് മോളെ ഇറക്കി വിട്ടോന്ന് ചോദിച്ചു കരയുന്നു. ഞാൻ എപ്പം ഞാൻ ചേച്ചി എന്താ ഇതൊക്കെ വിശ്വസിക്കുന്നത്? പറഞ്ഞു തരുമോ? കിച്ചു വരെ വിളിച്ചു. അമ്മ എത്തിയോന്ന്, അവരുടെ എത്തിയുള്ള ഒരു വിവാദം നടക്കാം. അമ്മ എന്തിനാ മൈൻഡ് ചെയ്ത് കിച്ചു പറഞ്ഞ ഒരു വീഡിയോ ചെയ്ത ഒരു ഇതായിരിക്കില്ലേ ഡൗട്ട് തോന്നാൻ കാരണം? അവന്റെ അഭിപ്രായം പറഞ്ഞു. ഡൗട്ട് തോന്നിട്ട് ചേട്ടാപ്പി കൂടെ ഫുഡ് കഴിക്കണമെങ്കിൽ അത് അങ്ങനെയൊന്നുമല്ല. 1 BD അല്ലേ ഉള്ളൂ. അത് വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ഓഫറാണ്. ഞാനാണ് വിളമ്പി കൊടുക്കുന്നത്. 2000 ഒന്നും പറഞ്ഞിട്ടൊന്നും. സ്പെഷ്യൽ ഓഫർ. കോസ്റ്റ്യൂം എനിക്ക് എല്ലാ പ്രാവശ്യം അവരായിരിക്കും തിരിച്ചു വരുന്നത്. അതെ. അവിടെ കുറെ പാട്ടൊക്കെ പഠിച്ച് പാട്ടൊക്കെ പാടാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഇപ്പോൾ നല്ല മൂടിലല്ല, പാട്ട് പാടാൻ മൂടില്ല. ഒന്നാമത് വിവാദം നടക്കുള്ളൂ. അത് നടക്കുമ്പോൾ തന്നെ തലയ്ക്ക്. കാരണം ഞാൻ ഓർക്കും സമാധാനം. ഇവിടുന്ന് പോയിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. കുറച്ച് നാളത്തിന് സമാധാനമാണല്ലോ നോക്കുന്നതിന് അവിടെ ചെല്ലുമ്പോൾ അതിലും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആകെ ടെൻഷൻ. ഞാൻ കുറച്ച് സത്യം. കാരണം പണ്ടൊക്കെ കുഞ്ചൊക്കെ എന്താ പറയുക, ചാനൽ ചേച്ചിക്കൊക്കെ, ചാക്കോച്ചനും ചാനൽ ചേച്ചിക്കൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു ഗോസിപ്പ് മതിയാണ്. എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് കേട്ടാൽ മതി. പഴയ നടന്മാർക്ക് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ള എനിക്ക് എന്നാ തൊട്ടാലും വിവാദമാണ്. ഗോസിപ്പാണ്.
എന്തായാലും ഞാൻ ചെറുതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഗോസിപ്പൊക്കെ. കുറച്ച് ദിവസം ജാസി ഉണ്ടായി, കുറച്ച് ദിവസം ഫുള്ള് ജാസി ആയിരുന്നു. ആണോ? ആ നന്നായി. പിന്നെ വന്നല്ലേ ഞാൻ. ആ ജാസിന്റെ വിവാദം കാണുന്നുണ്ട്. സർജറി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നാളെ ഉണ്ട്, നാളെ ഫുള്ള് ബിസിയല്ലേ? തെറ്റിയല്ലേ ഞങ്ങൾ കൊണ്ടുവേണ്ടി വരും. ഗിഫ്റ്റ് പ്രാവശ്യം കിട്ടിയത് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കിട്ടിക്കോ. ഫോണ് കിട്ടിയല്ലേ? ആ ഒരു ഫോൺ കിട്ടി. നമ്മൾ എന്തായാലും നമ്മൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു സൗദി കസ്റ്റമർ കൊണ്ട് തന്നു, ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. ഇനി മുതൽ ആ ഫോണാണ് യൂസ് ചെയ്യുന്നത്? ഇനി പുതിയ ഫോണിലാണോ യൂസ് ചെയ്യുന്നത്? കിട്ടുന്ന ഗിഫ്റ്റ് കിട്ടുന്നതല്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണാണ്. ഐഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. എടുത്തു കഴിഞ്ഞാൽ പഠിച്ചോളും പറയാം. ചപ്പല് അപഹരണം മനസ്സിലാണോ? അല്ലല്ല ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട്. കൊലിസൊക്കെ എടുത്തോ? എന്നാ കൊലിസൊക്കെ നാളെ വീട്ടിലോട്ട് പോവല്ലേ മലപ്പുറത്ത്? വേണോ മാലയിലുള്ള ആണെന്ന് പറഞ്ഞില്ല. അങ്ങനെയുള്ള സി അല്ലേ ഇത്? കപ്പലണ്ടിയാണ്. ഇത് കപ്പലണ്ടിയാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ എഴുതിക്കോ. വില കൂടിയ ഡയമണ്ട് രേണു ഇങ്ങോട്ട് കൂടെ. കപ്പലണ്ടിയാണോ കശുവണ്ടിയാണോ? ക്യാഷ് കട്ട്. ഇപ്പൊ രേണുവിന്റെ കയ്യിലോ അല്ലെങ്കിൽ ശരീരത്തിലെ വില കൂടിയ ഒരു തിങ് അല്ലെങ്കിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇപ്പോഴോ? ആ ചെയ്തില്ലേ ഇവിടെ മിറായൊക്കെ സൗന്ദര്യമായിട്ടുണ്ട്. പോയിട്ട് വന്നിട്ടുള്ള പറയുന്നത്. ഇനി പല്ലിന്റെ അങ്ങനെ എപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. തിരിച്ചെത്തിയിട്ട് പല്ലിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നുണ്ടോ ഈ ആഴ്ച? തുടങ്ങുന്നുണ്ട്. പൊക്കോട്ടെ, മലപ്പുറത്ത് പോകണം, വീട്ടിലോട്ടല്ല. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യാത്ര അടിപൊളിയായിരുന്നു. ഉറങ്ങി ഞാനൊന്നും അറിഞ്ഞില്ല. ഞങ്ങള് ഉറങ്ങിപ്പോയി. 2 ഫ്ലൈറ്റിൽ കയറി അല്ലേ? എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും എന്തോ ഇനി എന്തെങ്കിലും പുതിയ പുതിയത് നാളെ ഞാൻ ഇനോഗ്രേഷൻ പോവാം. പൊക്കോട്ടെ. ഓക്കെ. പോകാൻ പറയില്ല ഞങ്ങള്. പ്രേക്ഷകരോട് എന്താ പറയുന്നത്? പ്രേക്ഷകരോട് എന്നെ സ്നേഹിക്കുന്നതിനും സഹിക്കുന്നതിനും താങ്ക് യു സോ മച്ച്. ലവ് യു. ക്ഷീണോ, ഭയങ്കര ക്ഷീണോ. ഇന്നോട് നല്ല ക്ഷീണം, ഉറക്കക്കുറവായിരുന്നു. തണുപ്പാ ഭയങ്കര. ഓക്കെ. ശരി, ടാറ്റ. എപ്പോ വന്നു? മറ്റേ ഇതിനെല്ലാം ഉള്ള മറുപടി നമ്മുടെ ക്രൈം ഫയലിനകത്ത് നമ്മുടെ അച്ഛനില്ലേ, വിജയരാഘവേട്ടൻ അച്ഛൻ്റെ ഇതില് പിന്നെ ഫാദർ ക്ലെമന്റ് കാളിയാർ, അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ഊഹിച്ചോ? പൊക്കോ. അതിന്റെ ഡയലോഗ് അതൊക്കെ ഉണ്ട്. പൊക്കോ. ഓക്കെ. ബൈ. എന്റെ പിഴ എന്റെ മാത്രം പിഴ കിട്ടോ? അതാണ് ഡയലോഗ്. ഓക്കെ. ഓക്കെ. കുഴപ്പമുണ്ടോ?